2020 മെയ് മാസം 6-ാം തീയതി കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന ആ ഗ്രാമത്തിലെ വലിയ വീട് ഗാഢ നിദ്രയിലായിരുന്നു. എന്നാൽ ആ വീട്ടിലെ എയർ കണ്ടീഷൻ ചെയ്ത അടച്ചിട്ട മുറിക്കുള്ളിൽ ഒരാൾ മാത്രം ഉറങ്ങാതെയിരുന്നു. സൂരജ്. തൊട്ടരികിൽ അഗാധമായ ഉറക്കത്തിലായിരുന്ന അയാളുടെ ഭാര്യ ഉത്ര. കഷ്ടിച്ച് 1 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മകൻ ധ്രുവ് അമ്മയോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പുറമെ ശാന്തമെന്ന് തോന്നിച്ച ആ രാത്രിയിൽ ആ മുറിക്കുള്ളിലേക്ക് ഒരു മരണം പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഉത്രയോ ആ കുഞ്ഞോ അറിഞ്ഞിരുന്നില്ല. സൂരജ് പതിയെ എഴുന്നേറ്റ് കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാഗിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കുപ്പി പുറത്തെടുത്തു. അതിനുള്ളിൽ പത്തി വിടർത്തി ചീറ്റാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മൂർഖൻ പാമ്പുണ്ടായിരുന്നു. നേരത്തെ തന്നെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയിരുന്നാൽ ഉത്ര അനക്കമറ്റ് കിടക്കുകയായിരുന്നു. കുപ്പി തുറന്ന് ആ കാളസർപ്പത്തെ അവൻ ഉത്രയുടെ ദേഹത്തേക്ക് കുടഞ്ഞിട്ടു. പക്ഷേ പാമ്പ് ആദ്യം ഉത്രയെ ഉപദ്രവിച്ചില്ല. നിശ്ചലമായി തന്നെ കിടന്ന സൂരജ് ഒടുവിൽ പാമ്പിൻ്റെ പത്തിൽ പിടിച്ച് ബലമായി ഉത്രയുടെ കയ്യിൽ കൊത്തിച്ചു. 1, 2 തവണ വിഷപ്പല്ലുകൾ ആഴ്ന്നിറങ്ങി. അതുറപ്പാക്കാൻ അവൻ പാമ്പിനെ തിരികെ കുപ്പിയിലാക്കാതെ മുറിയിൽ തന്നെ തുറന്നുവിട്ടു. തനിക്ക് കടിയേൽക്കാതിരിക്കാൻ കസാരയിൽ കാലുകൾ കയറ്റിവെച്ച് തൻ്റെ ഭാര്യ മരിക്കുന്നത് നോക്കി അവൻ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് മെയ് 7-ന് നേരം വെളുത്തപ്പോൾ ഉത്രയുടെ അമ്മ മണിമേഖല മുറിയിലേക്ക് വരുമ്പോൾ കണ്ടത് ബോധരഹിതയായി കിടക്കുന്ന മകളെയാണ്. ജനാലയിലൂടെ പാമ്പ് കയറി കടിച്ചതാണെന്ന് സൂരജ് എല്ലാവരോടും പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഉത്ര ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. സൂരജിൻ്റെ കരച്ചിലും വിലാപങ്ങളും കണ്ട് ആദ്യം ബന്ധുക്കൾ സംശയമൊന്നും തോന്നിയില്ല. എന്നാൽ ഉത്രയുടെ മാതാപിതാക്കൾ വിജയസേനും മണിമേഖലയ്ക്കും ഉള്ളിൽ എവിടെയോ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു. കാരണം വെറും 40 ദിവസങ്ങൾക്ക് മുൻപാണ് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഉത്രയ്ക്ക് അണലിയുടെ കടിയേൽക്കുന്നത്. ചികിത്സ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുമ്പോഴാണ് വീണ്ടും പാമ്പ് കടിക്കുന്നത്. അടച്ചിട്ട AC പ്രവർത്തിക്കുന്ന മുറിയിൽ ഉയരത്തിലുള്ള ജനാലിലൂടെ ഒരു മൂർഖൻ പാമ്പ് എങ്ങനെ കയറി എന്ന ചോദ്യം അവരുടെ ഉറക്കം കെടുത്തി. മകൾക്ക് നീതി കിട്ടാൻ വിജയസേനൻ പോലീസിനെ സമീപിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം ജില്ലാ ക്രൈം ബ്രാഞ്ചിലേക്ക് മാറി. റൂറൽ SP ഹരിശങ്കറിൻ്റെ മേൽനോട്ടത്തിൽ കുറ്റാന്വേഷണത്തിൽ മികവ് തെളിയിച്ച DYSP അശോകൻ അന്വേഷണം ഏറ്റെടുത്തു. സൂരജിൻ്റെ ഫോൺ കോളുകളും ഇൻ്റർനെറ്റ് ഹിസ്റ്ററിയും പോലീസ് അരിച്ചുപെറുക്കി. യൂട്യൂബിൽ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന വീഡിയോകൾ അവൻ സ്ഥിരമായി കാണുന്നുണ്ടായെന്ന് കണ്ടെത്തി. മാത്രമല്ല പാമ്പ് പിടുത്തക്കാരനായ കല്ലുവാതുക്കൽ സുരേഷുമായി സൂരജിന് അടുത്ത ബന്ധമുണ്ടെന്നും തെളിഞ്ഞു. ചോദ്യം ചെയ്യലിൽ സുരേഷ് എല്ലാം തുറന്നു പറഞ്ഞു. 10,000 രൂപയ്ക്ക് താൻ വിറ്റ മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ചാണ് സൂരജ് ഉത്രയെ കൊന്നതെന്ന് സുരേഷ് മൊഴി നൽകി. ഇതോടെ സുരേഷിനെ മാപ്പുസാക്ഷിയാക്കി പോലീസ് കേസ് ബലപ്പെടുത്തി. സൂരജ് കുറ്റം സമ്മതിച്ചെങ്കിലും കോടതിയിൽ അത് തെളിയിക്കാൻ ശാസ്ത്രീയമായ